ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂട്യൂബിൽ ഒരുപാട് ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിയേറ്റർ ഈ ഡേറ്റുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിൽ സംഭവിക്കുന്നതാണ്. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനലിലെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. മോണിറ്റൈസേഷൻ കട്ടാവാൻ ചാൻസ് ഉണ്ട്. ചാനൽ തന്നെ ടെർമിനേറ്റ് ആവാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഡേറ്റുകൾ ഉണ്ട്. യൂട്യൂബ് ഓരോ കാര്യത്തിനും വ്യക്തമായിട്ട് ഇത്ര ദിവസം, അതല്ലെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു യൂട്യൂബിലെ എല്ലാ കാര്യത്തിനും അവർ കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ മോണിറ്റൈസേഷൻ, അതല്ലെങ്കിൽ ചാനൽ തന്നെ ടെർമിനേറ്റ് ആവാതെ മുന്നോട്ട് പോകാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ ഡേറ്റുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള, ആഡ്സെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റുകൾ, ഈ ഒരു ക്രിയേറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഡേറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിലെ ഡേറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഉറപ്പാണ് ഈ ഒരു ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ചാനലിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോണിറ്റൈസേഷൻ, അതുപോലെ ചാനൽ ടെർമിനേറ്റ് ആവാനൊക്കെ കാരണമാണ്. അതല്ലെങ്കിൽ ഒരുപാട് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ആണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതിനു മുന്നേ ഉള്ള ആ ഒരു യൂട്യൂബ് റൂളല്ല, ഇപ്പോൾ 2024 ആയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണിറ്റൈസേഷൻ, ആ ഒരു വാച്ച് ടൈം അപ്ഡേറ്റിൽ തന്നെ യൂട്യൂബ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ യൂട്യൂബ് തുടങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ആബ്സെൻസ് ചേഞ്ച് ചെയ്യാൻ, അതല്ലെങ്കിൽ റീയൂസ്ഡ് വന്നു കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കാൻ, റീഅപ്ലൈ കൊടുക്കാൻ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള സമയം യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് റീയൂസ്ഡ് അപ്പീല് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ അതിൻ്റെ ഡേറ്റ് എത്ര സമയമെന്ന് അറിയില്ല. പക്ഷെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരു പക്ഷെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ചാനലായിരിക്കും, പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് പല ക്രിയേറ്റേഴ്സിനും വരാറുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു കണ്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. മാത്രമല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കണം. അപ്പോൾ നമുക്ക് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, സമയങ്ങൾ, ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഞാൻ ആദ്യം പറയുന്നത് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ ന്യൂ യൂട്യൂബർക്ക് ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോ ആപ്പ് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ, ക്രോമിലൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലാസ്റ്റ് 28 ദിവസത്തെ അനലിറ്റിക്സ് മാത്രമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ പലരും റവന്യൂ ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഞങ്ങളുടെ റവന്യൂ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്, അതല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ വാച്ച് ടൈം എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പം അങ്ങനെയില്ല. ഇത് നമ്മുടെ ചാനലിലെ കഴിഞ്ഞ 28 ദിവസത്തെ പെർഫോമൻസ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ചില ന്യൂ യൂട്യൂബേഴ്സിനെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ചാനലിലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് കടക്കാം. അവിടെ നമുക്ക് ചാനൽ അപ്ഡേറ്റ് ആകുന്നത്, അതായത് നമ്മുടെ വാച്ച് ടൈം അപ്ഡേറ്റ് ആകുന്നത്, നമ്മൾ അനലിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കി ലാസ്റ്റ് 365 ഡേയ്സിൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഷോർട്സിലേത് ഇൻക്ലൂഡ് ആയിരിക്കും, അതുപോലെ നമ്മുടെ ലോങ് വീഡിയോയുടെ വാച്ച് ടൈം ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് വാച്ച് ടൈം അവിടെ കാണുന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഏൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ കുറവായിരിക്കും കാണുന്നുണ്ടാവുക. കാരണം അതിൽ ഷോർട്സിന്റെ വാച്ച് ടൈം, ഷോർട്സ് ഫീഡിലൂടെ വന്ന വ്യൂസിന്റെ വാച്ച് ടൈം അതിൽ ആഡ് ആകുന്നതല്ല. ഇത് നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ വാച്ച് ടൈം അപ്ഡേറ്റ് ആകുന്നത് യൂട്യൂബ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതായത് വീക്കിലൊക്കെ ഒരിക്കലാണ്. അതായത് നമുക്ക് അവിടെ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ കഴിയും ഏത് ഡേറ്റ് വരെയുള്ള വാച്ച് ടൈം ആണ് അതിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഒരു 1 വീക്ക് മുന്നേ ഉള്ള ഡേറ്റ് ഒക്കെ ആയിരിക്കും അതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് 1 വീക്കിന് ശേഷം വന്ന വ്യൂസ് അതിലേക്ക് ആഡ് ആയിട്ടുണ്ടാകില്ല. അപ്പോൾ ശേഷം യൂട്യൂബ് അത് ഫിൽട്ടർ ഒക്കെ ചെയ്ത് സ്പാം ആയിട്ടുള്ളതൊക്കെ ഒഴിവാക്കി ഇൻവാലിഡ് ക്ലിക്ക് അങ്ങനെയുള്ള വാച്ച് ടൈം ഒക്കെ യൂട്യൂബ് ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്ത ശേഷമായിരിക്കും അപ്ഡേറ്റ് ആകുക. അപ്പോൾ ഇത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ വാച്ച് ടൈം ചെക്ക് ചെയ്യുമ്പോൾ ഇന്നലെ വരെ ഉള്ളതായിരിക്കില്ല അതിലുണ്ടാവുക, ഏത് വരെ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പൊ നമുക്ക് ആ ഒരു ഡേറ്റിന്റെ കൺഫ്യൂഷനും ഒഴിവായി. അപ്പൊ മോണിറ്റൈസേഷന് വേണ്ടി എടുക്കുന്നത് ലാസ്റ്റ്
365 ദിവസത്തിലെ വാച്ച് ടൈം ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. അങ്ങനെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം വന്നാൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണം, അതുപോലെ റീ അപ്ലൈ എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പൊ നിങ്ങളുടെ ചാനൽ സേഫ് ആണെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീയൂസ്ഡ് പ്രോബ്ലം വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് വേണം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ ഒഴിവാക്കി നിർത്തി പോവേണ്ടി വരും. കാരണം അത്രയും ദിവസം കഴിഞ്ഞാണ് യൂട്യൂബ് റീ അപ്ലൈ ഡേറ്റ് തരുന്നത്. അപ്പൊ നമുക്ക് റീയൂസ്ഡ് വന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യണം, അതായത് അപ്പീൽ വീഡിയോ കൊടുക്കണം എന്നുള്ളത് നോക്കാം. അപ്പൊ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇതില് 14 ദിവസം എന്ന് ഇവിടെ ഇങ്ങനെ കാണാം. അപ്പൊ 14 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളതാണ്. പലരും 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ് കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ 20 ദിവസം യൂട്യൂബ് സമയം തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു മെയിൽ വന്ന് റീയൂസ്ഡ് വന്ന അന്ന് മുതൽ 20 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് ആ ഒരു 14 ദിവസത്തെ കണക്ക് പറയുന്നത് എന്നുള്ളത്. അത് യൂട്യൂബ് ആ ഒരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ ഒരു ഡിസിഷൻ എടുത്ത് നമ്മളെ അറിയിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കോമൺ ആയിട്ട് ഒരു 24 അവേഴ്സിന്റെ ഉള്ളിലൊക്കെ റിസൾട്ട് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആവുന്ന ഡേറ്റ് ആണ്. പലപ്പോഴും യൂട്യൂബിൽ നേരത്തെ തന്നെ അതിന്റെ ഒരു അപ്ഡേറ്റ് വരാറുണ്ട്. അപ്പൊ നമ്മൾ അപ്പീൽ കൊടുക്കണം, അതായത് നമുക്ക് റീയൂസ്ഡ് വന്നു കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ മെയിൽ വന്ന അന്ന് തൊട്ട് 20 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമുക്ക് റീയൂസ്ഡ് വന്നാലുള്ള ഡേറ്റിന്റെ കാര്യത്തിലുള്ള സംശയം തീർന്നു. ഇനി അതിന് താഴെ നമുക്ക് റീ അപ്ലൈ എന്ന് കാണാം. ഇപ്പൊ റീ അപ്ലൈ എന്നുള്ളതും നമുക്കൊരു കൃത്യമായിട്ടുള്ള ഡേറ്റ് യൂട്യൂബ് തന്നിട്ടുണ്ട്. അതായത് അവിടെ കൊടുത്തിട്ടുള്ള ഡേറ്റിന് ശേഷം മാത്രമേ നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പൊ സാധാരണ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ 1 മാസമാണ് യൂട്യൂബ് അതിൽ ടൈം എടുക്കാറുള്ളത്. അതായത് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീ അപ്ലൈ ചെയ്യാം. അതായത് 1 മാസം വരെ നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല, അവിടെ കൃത്യമായിട്ട് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ വീണ്ടും നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ടേറിയ കാര്യം. കാരണം 90 ദിവസത്തെ ഗ്യാപ്പാണ് യൂട്യൂബ് അവിടെ പറയുന്നത്. അതായത് ആ ഡേറ്റ് മുതൽ 90 ദിവസം 3 മാസത്തേക്ക് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 3 മാസമൊക്കെ ഒരു റവന്യൂ ഇല്ലാതെ വീണ്ടും നമ്മൾ മോണിറ്റൈസേഷന് ഇല്ലാതെ വീഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ടെൻഷനുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇത് വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ റീയൂസ്ഡ് അതല്ലെങ്കിൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. യൂട്യൂബിൽ റൂളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. യൂട്യൂബ് ഇപ്പൊ ചെറിയ തെറ്റിന് വരെ നല്ലൊരു വലിയ പണിഷ്മെന്റ് ആണ് തരുന്നത്. ആദ്യമൊക്കെ നമുക്ക് പെട്ടെന്ന് റീ അപ്ലൈ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം 90 ദിവസമൊക്കെയാണ് യൂട്യൂബ് ആ ഒരു സമയം ഡേറ്റ് ലിമിറ്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് നോക്കാം. നമുക്കറിയാം യൂട്യൂബ് ചാനലിൽ നിന്നും ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് യൂട്യൂബ് ക്യാഷ് അയക്കുന്നില്ല. പകരം യൂട്യൂബ് ചാനലിൽ നിന്ന് ആഡ്സെൻസിലേക്ക് അത് ആദ്യം ട്രാൻസ്ഫർ ചെയ്യും. ആഡ്സെൻസിൽ നിന്നാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 2 ഡേറ്റും ഒരു ക്രിയേറ്റർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനലിലെ റവന്യൂ എങ്ങനെയാണ് ആഡ്സെൻസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നോക്കാം. യൂട്യൂബിൽ ഓരോ മാസത്തെയും ഡോളർ റവന്യൂ ആണ് ആഡ്സെൻസിലേക്ക് മാറ്റുന്നത്. അപ്പൊ അങ്ങനെ മാറ്റുന്നതിന് മുന്നേ യൂട്യൂബ് കൃത്യമായിട്ട് നമ്മുടെ റവന്യൂ ചെക്ക് ചെയ്യും, നമുക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ യൂട്യൂബിന്റെ ഷെയർ ഒക്കെ എടുത്ത് ബാക്കി ഡോളറാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക്, അതായത് ആഡ്സെൻസിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ആകുന്ന ഡേറ്റ് എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു 10-ാം തീയതി 9-10 അപ്ഡേറ്റ് ആകാറുള്ളത്. 7 മുതൽ 12 വരെ എന്നാണ് യൂട്യൂബ് പറയുന്നത്. പക്ഷെ നമുക്കൊക്കെ സാധാരണ ഒരു 9, 10, 11 ഈ ഡേറ്റുകളിൽ അപ്ഡേറ്റ് ആകാറുണ്ട്. അപ്പൊ അങ്ങനെ അപ്ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാസം 7-ന് നമുക്ക് അപ്ഡേറ്റ് ആകാം, അല്ലെങ്കിൽ ഈ മാസം നമുക്ക് 10-ന് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് അപ്ഡേറ്റ് ആകുന്നത് കഴിഞ്ഞ മാസത്തെ റവന്യൂ മാത്രമാണ്. അപ്പൊ ഇവിടെ പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ ഒരുപാട് റവന്യൂ കാണിക്കുന്നുണ്ട്, പക്ഷെ ആഡ്സെൻസിൽ കുറവാണ് എന്ന് പലരും പറയാറുണ്ട്. ഇതിനുള്ള കാരണം ഇതാണ്. അതായത് കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ ആ മാസം അവസാനം വരെ ഉള്ളത് പിറ്റേ മാസം ഒരു 9, 10 ഈ ഒരു ഡേറ്റിനാണ് അപ്ഡേറ്റ് ആകുക. അപ്പൊ ആ മാസത്തെ കൂടി റവന്യൂ ഒരു പക്ഷെ നിങ്ങളുടെ
YT സ്റ്റുഡിയോയിൽ കാണിക്കുന്നുണ്ടാകും. അത് പിറ്റേ മാസമാണ് നമ്മുടെ ആഡ്സൻസിലേക്ക് അപ്ഡേറ്റ് ആകുക. ഈ ഒരു ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ മാസത്തെ നമ്മുടെ റവന്യൂ മാത്രമാണ് പിറ്റേ മാസം നമ്മുടെ ആഡ്സൻസിലേക്ക് അപ്ഡേറ്റ് ആകുക. അതൊരു 9-10 ഡേറ്റിന് അപ്ഡേറ്റ് ആകും. അത് $100 ആയി കഴിഞ്ഞാലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുക. അത് ഏത് ഡേറ്റ് ആണെന്നുള്ളത് നോക്കാം. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. 21 മുതൽ 26 വരെയുള്ള ഡേറ്റുകളിൽ യൂട്യൂബ് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നതാണ്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണെന്ന് പറയാം. ആ 21-ാം തീയതി നമുക്കൊരു മെയിൽ വരുന്നതാണ്. യുവർ പേയ്മെന്റ് ഹാസ് ബീൻ സെൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. അതുപോലെ ആഡ്സൻസിൽ നമുക്ക് കാണാൻ പറ്റും ഏൺ എന്നുള്ള ഭാഗം YT സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്യുമ്പോഴും നമുക്ക് അയച്ച എമൗണ്ട് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് ഡേറ്റ് എന്ന് പറയുന്നത്. 21-ാം തീയതി മുതൽ 26-ാം തീയതി. ഒരു നോർമലി ഒരു 5 വർക്കിംഗ് ഡേയ്സിനുള്ളിലൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക്, ബിസിനസ് വർക്കിംഗ് ഡേയ്സിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഗ്രാമീണ ബാങ്ക് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡിലേ ആകാറുണ്ട്. ബാങ്കിന്റെ ആ ഒരു ട്രാൻസാക്ഷൻ സ്പീഡ് അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കാറുണ്ട്. എന്നാലും നോർമലി ഒരു 1 വീക്കിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആകാറുണ്ട്. ഇതിനോട് കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് യൂട്യൂബിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല, എന്തെങ്കിലും ഒരു തെറ്റുകൊണ്ട് എറർ കൊണ്ട് നമ്മുടെ ക്യാഷ് ഹോൾഡ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ നമ്മൾ, അതായത് ആ 21-ാം തീയതി കഴിഞ്ഞ ശേഷം നമ്മൾ അത് അപ്ഡേറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്തിട്ടില്ല, ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തില്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ യൂട്യൂബ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ആ സമയത്ത് ഈ ഒരു ഡേറ്റ് ബാധകമല്ല, ഇത് പ്രത്യേകം മനസ്സിലാക്കുക. അതായത് അയക്കേണ്ട സമയമായിട്ടും യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫണ്ട് വന്നിട്ടില്ല, മെയിൽ വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മളത് സോൾവ് ചെയ്യുന്നത് എപ്പോഴാണോ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ യൂട്യൂബ് നമുക്ക് ആ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു തരുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ്, സമയം എന്നുള്ളത്, നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തു. പക്ഷെ മോണിറ്റൈസേഷൻ ചെയ്ത ശേഷം നമുക്ക് അതിന്റെ ആഡ്സൻസ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യണം. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആഡ്സൻസ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ അങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി, അതല്ലെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും 32 ഡേയ്സ്, ആ സമയം മുതൽ 32 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ആഡ്സൻസ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് ഒക്കെ ലിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചതായിട്ടുള്ള ആഡ്സൻസ് അക്കൗണ്ട് ഏതാണോ അത് ലിങ്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് എപ്പോഴും ഇതിങ്ങനെ മാറ്റി കൊടുക്കാൻ കഴിയുന്നതല്ല. ആദ്യമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റി കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ 32 ദിവസത്തെ ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുവരെയുള്ള റവന്യൂ മറ്റേ ആഡ്സൻസ് അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ അതിൽ $100 തികഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു ഡോളർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. നിങ്ങളൊരു ന്യൂ യൂട്യൂബർ, അതല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യൂട്യൂബർ ആണെങ്കിൽ പോലും ആഡ്സൻസ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ 32 ഡേയ്സ് വേണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം എന്നുള്ളത്, നമ്മൾ കേട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക്, അതല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നുള്ളതൊക്കെ. അങ്ങനെ നമുക്ക് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ 90 ദിവസമാണ് ഒരു സ്ട്രൈക്കിന്റെ വാലിഡിറ്റി എന്നുള്ളത്. അപ്പൊ ആ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുക. 90 ദിവസത്തിനുള്ളിൽ 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നതാണ്. 90 ദിവസം ആണ് അതിന്റെ സമയം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല ഈ 3 സ്ട്രൈക്ക് വന്ന് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നതാണ് എന്ന് നമുക്കൊരു മെയിൽ വരും. അത് കഴിഞ്ഞ് നമ്മൾ 7 ദിവസത്തിനുള്ളിൽ ആ ഒരു സ്ട്രൈക്ക്, അതിൽ നിന്ന് ഒരു സ്ട്രൈക്കെങ്കിലും റിമൂവ് ചെയ്യാൻ കഴിയണം. അതായത് 3 സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രൈക്കെങ്കിലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാനൽ ടെർമിനേറ്റ് ആകാതെ സൂക്ഷിക്കാൻ കഴിയും. പക്ഷെ അതിന് 7 ദിവസമാണ് സമയം. അതിന്റെ മുന്നേ നമ്മൾ ആ സ്ട്രൈക്ക് തന്ന ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ സ്ട്രൈക്ക് റിമൂവ് ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ ലൈവായിട്ട് അല്ലെങ്കിൽ നിലനിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ 7 ദിവസം കൃത്യമായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി യൂട്യൂബിൽ നിന്ന് റിമൂവ് ആകുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ്, സമയം എന്നുള്ളത്, നമുക്കറിയാം ഗൂഗിൾ ആഡ്സൻസിൽ നമുക്ക് ക്യാഷ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ID വെരിഫിക്കേഷൻ ചെയ്യണം. പക്ഷെ ID വെരിഫിക്കേഷന്റെ മെയിൽ വന്നു കഴിഞ്ഞ് പലരും അത് ശ്രദ്ധിക്കാറില്ല, ചെയ്യാറില്ല. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള സമയമുണ്ട്. 45 ദിവസമാണ് അതിന് തന്നിട്ടുള്ള സമയം. ആ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ ID വെരിഫിക്കേഷൻ സക്സസ് ആക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ സ്റ്റോപ്പ് ആകുന്നതാണ്.
3 ചാൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മളത് സക്സസ് ആക്കി എടുക്കണം. 45 ദിവസമാണ് അതിന്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അഡ്രസ് കൊടുത്ത അഡ്രസ്സിലേക്ക് ഒരു പിൻ ലെറ്റർ വരുന്നതാണ്. നോർമലി 1 വീക്കിനുള്ളിൽ വരാറുണ്ട്. 3 വീക്കാണ് യൂട്യൂബ് പറയുന്ന സമയം. അങ്ങനെ നമുക്ക് 4 തവണ നമുക്ക് റീസെന്റ് കൊടുക്കാം. വന്നിട്ടില്ലെങ്കിൽ 3 വീക്ക് കഴിഞ്ഞാൽ വീണ്ടും റീസെന്റ് കൊടുക്കാം. പിൻ ലെറ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പിൻ ലെറ്റർ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ട് ചെയ്യുന്നതാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു പക്ഷേ ID വെരിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് ശ്രദ്ധിക്കാതെ പലരും മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റിനെ കുറിച്ചും നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് അവസാനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് സമയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണിത്. ഒരുപാട് പേർക്ക് ഈ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലെ മോണിറ്റൈസേഷൻ നഷ്ടമായിട്ടുണ്ട്. അതായത് പലരും അവരുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകുമ്പോൾ ജോലി തിരക്ക് കൊണ്ട് അതല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് ബ്രേക്ക് എടുക്കാറുണ്ട്. അങ്ങനെ ബ്രേക്ക് നിങ്ങൾ 6 മാസം കണ്ടിന്യൂസ് എടുത്തു കഴിഞ്ഞാൽ, യൂട്യൂബിൽ നിങ്ങൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരുന്നാൽ, വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നതാണ്. ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റും നിങ്ങളുടെ മനസ്സിൽ വേണം. ചാനലിൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് 6 മാസം നിങ്ങൾ വീഡിയോ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ ചാനലിലെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നതാണ്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളെ കുറിച്ച് ഞാനിവിടെ പരാമർശിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലും ഡേറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെട്ടു, എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ചു എങ്കിൽ, പുതുതായിട്ട് ലഭിച്ചു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തെങ്കിലും സർവീസ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.